നമസ്കാരം. സോണിയാഗാന്ധിക്ക് 8ന്റെ പണി തന്നെയാണ് BJP നേതാവായ വിനോദ് പുത്തൂർ നൽകിയിരിക്കുന്നത്. മാംഗ്ലൂരിൽ സോണിയാഗാന്ധിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് വിനോദ് പുത്തൂർ. സോണിയാഗാന്ധി ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ എന്ന ചുമതലയാണ് വഹിക്കുന്നത്. വന്ദേ മാതരത്തെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചു, അപമാനിക്കാൻ ശ്രമിച്ചു എന്ന പേരിലാണ് അദ്ദേഹം കേസ് കൊടുത്തിരിക്കുന്നത്. സോണിയാഗാന്ധിക്കൊപ്പം മല്ലികാർജുൻ ഖാർഗെയും ഈ രീതിയിൽ വന്ദേ മാതരത്തെ തടസ്സപ്പെടുത്തുവാനാണ് ശ്രമം നടത്തിയിരുന്നത്. എന്നാൽ ജയറാം രമേശ് വന്ന് പറയുകയുണ്ടായി, ഇത് സോണിയാഗാന്ധി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതല്ല, നേരം കൊണ്ട് തന്നെ നിൽക്കുന്നത് കൊണ്ട് ഒരു കസേര ചോദിച്ചതാണ് എന്നുള്ളതാണ്. എന്തു തന്നെ ആയാലും സോണിയാഗാന്ധിക്കെതിരെ ഒരു ശക്തമായ നീക്കം തന്നെയാണ് ഇക്കുറി BJPയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ചെറിയ കുറ്റമൊന്നുമല്ല. പ്രത്യേകിച്ചും ഒരു ദേശീയ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ എന്ന നിലയിൽ ദീർഘനാൾ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച വനിത എന്ന നിലയിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു സ്വാധീനം, വളരെ ശക്തമായ രീതിയിൽ കോൺഗ്രസിന്റെ ഒരു മുകൾ തട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം, ഒരു നേതൃനിരയിൽ നിൽക്കുന്ന വ്യക്തിത്വം എന്ന നിലയിൽ സോണിയാഗാന്ധിയുടെ ജാഗ്രത കുറവിന് തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു പണിഷ്മെന്റ് ലഭിച്ചിരിക്കുന്നത്. സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇറ്റാലിയൻ യുവതിയായിരുന്ന ഒരു ആളാണ്. അവര് പിന്നീട് ഭാരതത്തിന്റെ പൗരത്വം സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ ഭാരതത്തിന്റെ ഒരു ദേശീയ സ്മൃതിയുടെ, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു അഭിമാന ബോധമൊന്നും അവർക്കില്ല എന്നുള്ളതായിരുന്നു അവരുടെ ആ ശരീരഭാഷയിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നതിനാൽ കോൺഗ്രസിൽ ദേശീയതയുടെ ജീൻ ഉള്ള ആ രീതിയിലുള്ള DNA ഉള്ള മനുഷ്യരുമുണ്ട്. അത്തരത്തിലുള്ള മനുഷ്യരുള്ളത് കൊണ്ടാണ് സേവാദളിന്റെ പ്രവർത്തകർ വന്ദേ മാതര ഗാനം ആലപിച്ചതും അത് ഭാരതം മുഴുവൻ ആ കാര്യം നോക്കിക്കണ്ടതും. 1937 ശേഷം ഒരിക്കലും കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനത്ത് വന്ദേ മാതരം മുഴങ്ങിക്കേട്ടിട്ടില്ല. ആ അർത്ഥത്തിൽ 7 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വന്ദേ മാതരം കോൺഗ്രസിന്റെ ദേശീയ ഓഫീസിൽ, കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ വന്ദേ മാതരം മുഴങ്ങിക്കേൾക്കുന്നത്. എന്ത് തന്നെയായാലും കോൺഗ്രസ് വീണ്ടും ദേശീയതയിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് ദേശീയവാദികളിൽ ചില ആൾക്കാർ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം കോൺഗ്രസ് ഭരിക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനങ്ങളിലും വന്ദേ മാതര ഗാനം ആലപിച്ചിട്ടുണ്ട്. വളരെയധികം പ്രാധാന്യമേറിയ ദേശീയ ഗീതം തന്നെയാണ്. ഭാരതത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ചിഹ്നമായിട്ടാണ് വന്ദേ മാതരത്തെ കാണുന്നത്. 1905 സ്വദേശി പ്രസ്ഥാനത്തിന്റെ സമയത്ത് ബംഗാൾ വിഭജനത്തിനെതിരെയായിരുന്നു ആദ്യമായിട്ട് ഏറ്റവും അധികം വന്ദേ മാതരം മുഴങ്ങിക്കേൾക്കുന്നത്. അതിനു മുന്നേ സന്യാസി റിബലിയന്റെ ഭാഗമായിട്ട് വന്ദേ മാതരം ആലപിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഏറ്റവും ശക്തമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വന്ദേ മാതരം മുഴങ്ങിക്കേൾക്കുന്നത് 1905 കൂടിയാണ്. അതോടുകൂടിയാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും ശക്തമായ കാലഘട്ടം ആരംഭിക്കുന്നതും. നിരവധിയായിട്ടുള്ള യുവാക്കൾക്കാണ് വന്ദേ മാതരം പ്രേരണ നൽകിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഭഗത് സിംഗും ശിവവർമ്മയും അതോടൊപ്പം തന്നെ ഭായി പരമാനന്ദം, ചന്ദ്രശേഖർ ആസാദ് അടങ്ങി നിരവധിയായിട്ടുള്ള മാസ്റ്റർദായ് അടക്കം നിരവധിയായിട്ടുള്ള ആൾക്കാർ വന്ദേ മാതര ഗാനാലാപനത്തിൽ അതിൽ മുഴുകി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എത്തുകയുണ്ടായി. ആ രീതിയിൽ നിരവധിയായിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരെ സ്വാധീനിച്ച ഗീതകം തന്നെയാണ് വന്ദേ മാതരം. പക്ഷേ ആ വന്ദേ മാതരത്തിനെതിരെ ഇപ്പോൾ നടത്തുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് അത് ഇസ്ലാമിക വിരുദ്ധമാകുന്നത് എന്ന് എത്ര കണ്ടാലോചിച്ചിട്ടും അറിയാൻ കഴിയുന്നില്ല. അതെങ്ങനെയാണ് വന്ദേ മാതരം ഇസ്ലാമിക വിരുദ്ധമാകുന്നത് എന്ന്. ഭാരതത്തിന്റെ യുവാക്കളെ, ഭാരതത്തിന്റെ ജനതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്, സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പാഞ്ഞെടുപ്പിക്കുന്നതിന് അവർക്ക് പ്രേരണാദായകമായ ഗീതം തന്നെയാണ് വന്ദേ മാതരം. 100 കോടി കൈകളിലൂടെ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം മനുഷ്യരിലേക്ക് എത്തിക്കുവാനാണ് വന്ദേ മാതരം ശ്രമം നടത്തിയിട്ടുള്ളത്. ദുർഗയായി, സരസ്വതിയായി, ശക്തിയായി ഒക്കെ വന്ദേ മാതരത്തെ, ഭാരതാംബയെ ആരാധിക്കുന്ന ഓരോ ദേശാഭിമാനിയും, ദേശാഭിമാന ബോധമുള്ള ഓരോ ഭാരതീയനും ഒരു കാരണവശാലും മറക്കാൻ കഴിയില്ല വന്ദേ മാതരത്തിന്റെ ശക്തിയും തികവുമെന്ന്. പക്ഷേ സോണിയാഗാന്ധിയെ പോലുള്ള ഒരു വ്യക്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ DNA ഇല്ല, ആ ജീൻ ഇല്ല എന്ന് തന്നെയാണ് അവർക്ക് നേരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം.
കോൺഗ്രസിന്റെ യഥാർത്ഥ DNA ഉള്ള വ്യക്തികൾക്ക് മാത്രമേ വന്ദേ മാതരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാകുകയുള്ളൂ. സോണിയാഗാന്ധിക്ക് അത് മനസ്സിലാകണമെന്നില്ല. അവരിപ്പോഴും വിദേശ വനിതയായി തന്നെ ഭാരതത്തിൽ ജീവിക്കുകയാണോ എന്നതാണ് ചിലരുടെയൊക്കെ സംശയം. ആ രീതിയിൽ വന്ദേ മാതര ഗാനം പാടാത്തവരൊന്നും ഇന്ത്യക്കാരല്ല എന്ന് ചിലരും പറയുന്നുണ്ടായിരുന്നു. സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനൊപ്പമാണോ സോണിയാഗാന്ധി നിൽക്കുന്നതെന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. ഇവിടെ കേരളത്തിൽ VD സതീശൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിനൊപ്പമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആണ് ഇത്തരത്തിൽ വന്ദേ മാതരത്തെ ഒഴിവാക്കി നിർത്തിയത്. ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ വിഭജനത്തിന് കാരണമായ സംഘടനയാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അവർ തന്നെ 1936 വളരെ ശക്തമായ ഒരു ക്യാമ്പയിൻ മതം മുൻനിർത്തി നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് വന്ദേ മാതരം കൊൽക്കത്ത സെഷൻ 1937 കൊൽക്കത്ത സെഷനിൽ വന്ദേ മാതരത്തിന്റെ 2 സ്റ്റാൻസകൾ മാത്രം ആലപിച്ചാൽ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. യഥാർത്ഥത്തിൽ ജിന്നയെ പേടിച്ചിട്ടാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷം വന്ദേ മാതര ഗാനം ആലപിക്കുന്നതിന് ഒരു വിലങ്ങ് തടിയായി തീർന്നത് ജിന്നയുടെ ക്യാമ്പയിൻ തന്നെയാണ്. ജിന്ന അതിൽ പറയുന്നുണ്ടായിരുന്നു, ദോസ് ഹു ബിലീവ് ഇൻ ഹോളി ഖുറാൻ ആൻഡ് ഇസ്ലാം യു ഷുഡ് വോട്ട് ഫോർ മുസ്ലിം ലീഗ് എന്ന് ജിന്ന പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ വിശുദ്ധ ഖുറാനിലും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യണം. അത് വളരെയധികം മുസ്ലിങ്ങൾ അക്കാലത്ത് ജിന്നയ്ക്ക് വേണ്ടിയിട്ട് മുസ്ലിം ലീഗിന് വോട്ട് നൽകുകയുണ്ടായി. ജിന്ന പോലും ഒരു മിതവാദിയായ നേതാവായിരുന്നതിൽ നിന്ന് ഈ രീതിയിൽ തീവ്രവാദത്തിലേക്ക് എത്തിക്കുന്നതും കോൺഗ്രസിന് ഒരു നിർണായകമായ പങ്കുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ജിന്നയെ ഈ രീതിയിൽ മാറ്റിമറിക്കുകയും ജിന്ന പിന്നീട് ഭാരതത്തെ മാറ്റിമറിക്കുന്ന, ഭാരതത്തെ വിഭജിക്കുന്ന തരത്തിലേക്ക് ആൾക്കാരെ സംഘടിപ്പിക്കുന്ന ഒരു ആളായി മാറി, ഒരു വ്യക്തിയായി മാറി. ആ ജിന്നയുടെ പ്രേതമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൽ ഉള്ളത് എന്നുള്ളതാണ് എല്ലാവരും തന്നെ, അതായത് ഭാരതത്തോട് കൂറു പുലർത്തുന്ന മിക്ക ആൾക്കാരും പറയുന്നത് ഈ രീതിയിൽ തന്നെയാണ്. എന്തായാലും മുസ്ലിം ലീഗിന് കടുത്ത രീതിയിലുള്ള വിമർശനം തന്നെയാണ് ദേശീയവാദികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഭാരതത്തിന്റെ വന്ദേ മാതര ഗാനത്തെ അപമാനിക്കുവാൻ വേണ്ടിയിട്ട് ഇവരാരാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്ത് തന്നെ ആയാലും കേരളത്തിൽ വന്ദേ മാതര ഗാനം 2 സ്റ്റാൻസ മാത്രമാണ് ചൊല്ലിയത്. മറ്റ് ശ്ലോകങ്ങളൊന്നും തന്നെ ചൊല്ലുവാൻ തയ്യാറായില്ല. എന്നാൽ കേരളത്തിന് പുറത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ വന്ദേ മാതരം ചൊല്ലുകയുണ്ടായത്. കൃത്യമായി അവർക്കറിയാം ഭാരതത്തിന്റെ വന്ദേ മാതരത്തെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ് സംസ്ഥാനങ്ങളിലുള്ളത്. പക്ഷെ കേരളത്തിന്റെ ജനതയെയാണ് യഥാർത്ഥത്തിൽ VD സതീശൻ അപമാനിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും നമുക്ക് മാപ്പ് നൽകുവാൻ കഴിയില്ല. വന്ദേ മാതരം ഭാരതത്തിന്റെ ദേശീയ ഗീതമാണ്. ബാർ ഗീതമല്ലാത്തത് കൊണ്ടാണോ കോൺഗ്രസ്സുകാർ ഒഴിവാക്കിയതെന്ന് ചില ആൾക്കാർ തമാശ രൂപേണ കളിയാക്കിക്കൊണ്ടും ചോദിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും സോണിയാഗാന്ധിക്ക് 8ന്റെ പണി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഭാരതത്തിന്റെ ദേശീയ ഗീതത്തെ അപമാനിച്ച ഒരു വ്യക്തിക്ക് കർശനമായ ശിക്ഷാവിധി തന്നെയാണ് നൽകേണ്ടതെന്നാണ് കേൾക്കുന്നവർ തന്നെ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.